കഴിച്ചാലും നെഞ്ചെരിച്ചിൽ, നെഞ്ചിനകത്ത് എന്തോ കെട്ടി നിൽക്കുന്ന പോലുള്ളൊരു തോന്നൽ, പുളിച്ചു തെകിട്ടൽ, വയറ് വീർക്കൽ, വയറ് സ്തംഭനം, വയറെരിച്ചിൽ, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഇവരൊക്കെ പറയുന്നൊരു കാര്യമാണ്, എന്നും ഗ്യാസിൻ്റെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകുന്നു, ഗ്യാസാണെന്ന് പറയും, ഗുളിക തരുന്നു, ഇത് കഴിക്കുന്നു. ഒരു ദിവസം ഈ ഒരു ഗുളിക കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം ഒരു കുഴപ്പമില്ല, 3-ാമത്തെ ദിവസം ആകുമ്പോൾ ഇതേ പ്രയാസങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് ഇങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നില്ല. ഇത് മുന്നിൽ കണ്ടാൽ പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് കഴിക്കാൻ തന്നെ പേടിയാണെന്ന് പറയാറുണ്ട്. ഇതെല്ലാം നിർത്തിയിട്ടും ഈ പ്രയാസങ്ങൾ മാറുന്നില്ല. ഒരു ദിവസം ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഈ ബുദ്ധിമുട്ടുകളായിട്ട് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വയറിനകത്ത് പുണ്ണുള്ളത് കൊണ്ടാണ്. അതായത് ആമാശയത്തിൽ വ്രണങ്ങളുണ്ടായിട്ട് ഇത് കാരണമാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇതിനെ നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് വയറിലെ പുണ്ണ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ, ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ്, ഈ ഒരു പുണ്ണ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ പുണ്ണ് കുറയാൻ വേണ്ടിയിട്ടും ഇത് പൂർണ്ണമായിട്ടും വിട്ടുമാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ടത്. അതേപോലെ ഈ ഒരു പുണ്ണ് ആരിലേക്കാണ് വരാറ്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പുണ്ണുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പുണ്ണ് പിന്നീട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ഈ ഒരു വയറിലെ പുണ്ണ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായിട്ട് ഞാൻ എന്താണ് വയറിലെ പുണ്ണ് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഈ ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് നമ്മുടെ ഉമിനീരുമായിട്ടൊക്കെ മിക്സായിട്ട് ദഹനത്തിന് വേണ്ടിയിട്ടാണ് ആമാശയത്തിലേക്ക് പോകുന്നത്. അത് അന്നനാളത്തിലൂടെ പാസ് ചെയ്തിട്ടാണ് ആമാശയത്തിൽ പോകുന്നത്. ഈ ആമാശയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഭക്ഷണം ഇവിടെ കിടന്നിട്ട് ദഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് ആമാശയത്തിൻ്റെ അകത്ത് കുറച്ച് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നല്ല വീര്യം കൂടിയ ആസിഡാണ്. ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളിപ്പോകുന്നൊരവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് ദഹന രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, അപ്പോൾ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇത് ആമാശയത്തിന് കേടുപാടൊന്നും സംഭവിക്കില്ലേ എന്നുള്ളത്. എന്നാൽ ഈ ഒരു ആമാശയത്തിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആമാശയത്തിൽ ഒരു 3 ലെയർ കവറിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ലെയർ കവറിങ് ഉള്ളത് കൊണ്ടും നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് കൊണ്ടും നല്ല ആഹാരം കഴിക്കുന്നത് കൊണ്ടും ഈ ഒരു ആഹാരം ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് ദഹിച്ച് കൃത്യമായിട്ട് ചെറുകുടലിൽ പോകുന്നു. അവിടെ നിന്ന് കുറച്ച് ദഹനവും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്ന് വലിച്ചെടുത്തിട്ട് പിന്നെ അത് വൻകുടലിലേക്ക് പോകുന്നു. വൻകുടലിൽ നിന്നും ഈ പറഞ്ഞ പോലെ ആവശ്യമായ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തിട്ട് ഇത് മലമായിട്ട് മലദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. ഈ ഒരു അവസ്ഥയാണ് നടക്കുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആമാശയത്തിൽ ഒരു കൃത്യമായ അളവിലല്ലാതെ ആസിഡ് ഉണ്ടാവുന്നു. ചിലപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ആമാശയത്തിൽ ഒരളവിൽ കൂടുതൽ ആസിഡ് ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ചെല്ലുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൻ്റെ ഈ ഒരു ലൈനിങ്ങിനെ തന്നെ ദഹിപ്പിക്കുന്നൊരവസ്ഥ വരും. ഇങ്ങനെ ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്രമേണ ഒരു റെഡ് കളർ ആവുകയും നീർക്കെട്ട് വരികയും പിന്നീട് ആ ഒരു ലെയറിൻ്റെ തൊലി പോയിട്ട് ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള കണ്ടീഷനിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് മാറിയിട്ട് ഇത് ആമാശയത്തിൻ്റെ മസിൽസിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻ പോവാനും പിന്നീട് ഈ ഒരു ആസിഡ് ഡയറക്റ്റായിട്ട് ആമാശയത്തിൻ്റെ മസിലിൽ പോയിട്ട് അവിടെ വ്രണങ്ങൾ ഉണ്ടാവാനും കാരണമാവാറുണ്ട്. അപ്പോഴാണ് നമ്മൾ വയറിൽ പുണ്ണ് വന്നു അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കുറേ കൂടി അധികമായിട്ട് കാണാറുണ്ട്
ഓക്കെ. അപ്പോൾ ഇതാണ് പൊതുവെ ആമാശയത്തിലെ അൾസർ അല്ലെങ്കിൽ വയറിലെ പുണ്ണ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ആമാശയത്തിൽ പുണ്ണുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരാൾ കാണിക്കുക എന്നുള്ളത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഞ്ചെരിച്ചിൽ ഉണ്ടാവാറുണ്ട്. നെഞ്ചെരിച്ചിൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മാത്രമല്ല, ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലും ഈ നെഞ്ചെരിച്ചിൽ വരാറുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നെഞ്ചിൽ എന്തോ കെട്ടി നിൽക്കുന്ന പോലുള്ളൊരു തോന്നൽ, ചിലപ്പോൾ ഈ എന്തോ ഗ്യാസ് വന്നിട്ട് തൊണ്ടയിലും നെഞ്ചിലൊക്കെ കെട്ടിയിട്ട് അത് പുറത്തേക്ക് വരാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അസ്വസ്ഥത വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലൊന്നും ആ ഭക്ഷണം കൃത്യമായിട്ട് ഇറങ്ങി പോവാത്ത പോലെയൊക്കെ നമുക്ക് വരും. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ വയറിൽ എന്തോ ശബ്ദമൊക്കെ കേട്ടിട്ട് ഈ ഒരു ഗ്യാസ് മുകളിലേക്ക് വന്ന് അവിടെ തന്നെ നിൽക്കുന്നൊരവസ്ഥ പലരും പറയാറുണ്ട്. അതേപോലെ തന്നെ ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് ഭയങ്കര ശബ്ദത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഏമ്പക്കം വന്നുകൊണ്ടിരിക്കും. ഓക്കെ. പലരും പറയും ഒരു പബ്ലിക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഈ ഏമ്പക്കം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശബ്ദത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അവരെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. അതേപോലെ തന്നെ പുളിച്ചു തേട്ടൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരാം. പലരും പറയുന്ന ഒരു പതഞ്ഞ് എന്തോ ഒരു വെള്ളം, ഒരു പുളിച്ച വെള്ളം ഈ തൊണ്ട വരെ വന്ന് വായയ്ക്കൊക്കെ ഒരു പുളിപ്പ് വരുന്നൊരവസ്ഥ, പല്ലിനൊക്കെ ഒരു പുളിപ്പ് വരുന്ന അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കഴിച്ച ഭക്ഷണം 1-2 മണിക്കൂർ കഴിഞ്ഞാലും ദഹിക്കാതെ ഒരു പുളിപ്പ് രീതിയിൽ ഇങ്ങനെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും പുളിപ്പും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ വായിലേക്ക് വരുന്നൊരവസ്ഥ, ഈ സമയത്തും അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ചിലപ്പം നമുക്ക് ഈ ഒരു ഏമ്പക്കം വരുമ്പോൾ നമ്മൾ കഴിച്ച ആ ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് ഇത് ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രയാസം പലരും പറയാറുണ്ട്. പിന്നെ വായ്നാറ്റം, നമ്മളിപ്പോൾ 2-3 നേരമൊക്കെ പല്ല് തേച്ചാൽ പോലും വിട്ടുമാറാതെ വായ്നാറ്റം വരുന്നൊരവസ്ഥ. അതേപോലെ വയറെരിച്ചിൽ, ചിലപ്പോൾ വയറ് മുഴുവനായിട്ടും എരിച്ചിൽ വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ സെൻറ്ററിൽ വയറ് അവസാനിക്കുന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ലോക്കലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ എരിച്ചിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗത്ത് വേദന ഇങ്ങനെയും കാണാറുണ്ട്. ചിലപ്പോൾ ഇത് എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിച്ചാലായിരിക്കാം, അതായത് മസാല ഐറ്റംസ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് അമിതമായിട്ട് ആഹാരം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പും കടലയൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, ഇങ്ങനെയുള്ള സമയത്തും ഇതുപോലെ വയറിന് എരിച്ചിലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വേദനയൊക്കെ കാണാറുണ്ട്. എന്നാൽ ചിലർക്ക് ഈ ഒരു വേദന വരുന്നത് വാരിയലിൻ്റെ തൊട്ട് താഴെ ഇടത് ഭാഗത്തായിട്ടായിരിക്കും. ഇതെന്നാൽ അങ്ങനെ ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു വേദനയോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ചുമയ്ക്ക് തുമ്മ അല്ലെങ്കിൽ ഒന്ന് ശരീരം അനങ്ങിയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ വേദന വന്നും പോയും ഇരിക്കുന്നത്. ഓക്കെ. അതേപോലെ ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് വീർത്ത് വരുന്നൊരവസ്ഥ, പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, വിശപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയൊരു ഫീല്, വയറിൽ എന്തോ കനം കയറ്റി വെച്ചിട്ട് പിന്നീട് വിശക്കാത്ത രീതിയിലുള്ളൊരവസ്ഥയൊക്കെയാണ് പലരും പറയാറ്. എന്നാൽ മറ്റു ചിലരിൽ വിശപ്പ് എപ്പോഴും വിശപ്പായിരിക്കും, വയറിങ്ങനെ കാളിക്കൊണ്ടിരിക്കുക, ഏത് നേരം എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നീടും വിശക്കുന്നൊരവസ്ഥ. ഇത് പക്ഷേ ഒരു വിശപ്പല്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുറിവ് വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു മുറിവിനൊരു നീറ്റലുണ്ടാവും, ഒരു വേദന ഉണ്ടാവും അല്ലേ. എന്നാൽ നമ്മുടെ ആമാശയത്തിലാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് എന്താണ് ഹീലാവാനുള്ളൊരു സമയം അവിടെ ഇല്ല. ഓക്കെ. അതായത് നമുക്കിപ്പോൾ ഒരു വായലൊരു പുണ്ണ് വരുന്നുണ്ട്, ഈ പുണ്ണ് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെ വല്ല ഓയിൻമെൻറ്റ് തേച്ച് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് വെള്ളം ഇട്ട് കഴുകും, അല്ലെങ്കിൽ അവിടേക്ക് ഭക്ഷണ അവശിഷ്ടങ്ങൾ കൂടുതൽ പോവാതെ നമ്മൾ ശ്രദ്ധിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ ആമാശയത്തിൽ ഇതുപോലെ പുണ്ണ് വരുമ്പോഴോ അപ്പോൾ നമുക്ക് അവിടേക്ക് കൃത്യമായിട്ടൊരു മരുന്ന് തേച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ പോവാതിരിക്കാനോ അല്ലെങ്കിൽ ആമാശയത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കാതിരിക്കാനോ ഒന്നും നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആമാശയത്തിൽ ആസിഡ് ഉണ്ടാവുന്നു നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ എരിവും പുളിയൊക്കെ കലർന്ന ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇറിറ്റേഷൻ വരും. അപ്പോൾ ഈ പുണ്ണ് നമുക്ക് വേദനിക്കാൻ തുടങ്ങും. ഇത് ചിലപ്പോൾ ഒരു എരിച്ചിലായിരിക്കാം, അല്ലെങ്കിൽ വേദനയായിരിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് പുറമേക്ക് കാണുന്നത് ഒന്നില്ലെങ്കിൽ വയറ് എരിച്ചിലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സൂചി കൊണ്ട് കുത്തുന്ന രീതിയിലുള്ള വേദനയായിരിക്കും, അല്ലെങ്കിൽ വയറ് കാളലായിരിക്കും. അപ്പോൾ ഈ ഒരു കാളൽ വരുമ്പോഴാണ് നമുക്കിത് വിശപ്പായിട്ട് എപ്പോഴും തോന്നുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വായൽ പുണ്ണ് വരുന്ന കാര്യം അല്ലേ. ഈ വയറിൽ
അൾസർ ഉള്ളവർക്കും വായയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പുണ്ണ് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ പല ഓയിൻമെൻറ്റ് തേച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പുവെള്ളം കൊണ്ടിട്ടൊക്കെ ഇത് മാറ്റാൻ ശ്രമിക്കും. എന്നാൽ പോലും എന്തെങ്കിലും ഒരു എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മസാലയുള്ള ഐറ്റംസ് കഴിക്കുമ്പോഴോ പുറമെന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ ഇത് പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് ഗ്യാസ് കയറിയിട്ട് തലവേദന ഉണ്ടാവാറുണ്ട്, തലയ്ക്ക് മന്ദത ഉണ്ടാവാറുണ്ട്, ഉറക്കത്തിൽ ഗ്യാസ് കയറിയിട്ട് അല്ലെങ്കിൽ ഈ പുളിച്ചു തേട്ടൽ മേലോട്ട് കയറിയിട്ട് മൂക്കിലോട്ടൊക്കെ കയറുന്ന അവസ്ഥ വരെ പലർക്കും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വൈറൽ അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി അടുത്തതായിട്ട് വൈറൽ അൾസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആരിലൊക്കെയാണ് ഉണ്ടാവാറ് എന്നുള്ളത് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും വൈറൽ അൾസർ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതായത് എരിവും പുളിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായിട്ട് നമ്മൾ കഴിക്കും. ഇങ്ങനെ കഴിക്കുന്ന ആളുകളിൽ ഇത് ആമാശയത്തിൻ്റെ ലൈനിങ്ങിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ആമാശയത്തിൽ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും കാരണമാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. ഇത് നീർക്കെട്ട് വന്നിട്ടും അതേപോലെ തന്നെ ഒരു റെഡ് കളർ ആമാശയത്തിൻ്റെ ലൈനിങ്ങിൽ വരാനും പിന്നീട് ഇത് അൾസർ ആവാനും കാരണമാവാറുണ്ട്. പിന്നെ വേറൊന്നാണ് അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇതിലുള്ള പല ഇൻഗ്രീഡിയൻസും ഇതുപോലെ ആമാശയത്തിൻ്റെ ലൈനിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതേപോലെ പലരും ഡയറ്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തടി കുറയാനൊക്കെ വേണ്ടിയിട്ടും പ്രമേഹമുള്ളവരൊക്കെ അരിഭക്ഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗോതമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഉച്ചയ്ക്ക് മാത്രം അരിഭക്ഷണം കഴിക്കും, എന്നിട്ട് രാവിലെയും രാത്രിയും ഗോതമ്പ് ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ഗോതമ്പിൽ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ഉണ്ട്. ഇത് പലരുടെയും ശരീരത്തിന് അലർജി ഉണ്ടാക്കാറുണ്ട്. അതായത് ഈ ആമാശയത്തിൽ ഞാൻ ഈ പറഞ്ഞ ലൈനിങ് ഉണ്ടല്ലോ, ഈ ലൈനിങ്ങിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ്, അവിടെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഡയറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ് കഴിക്കുന്നവരിൽ ഇതേപോലെ അൾസർ കാണാറുണ്ട്. പിന്നെ വേറൊന്നാണ് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആളുകൾ. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് തന്നെ ഡയറ്റിംഗ് ആയിരിക്കാം ഇവരുടെ ലക്ഷ്യം, അല്ലാന്നുണ്ടെങ്കിൽ ജോലി കാരണമൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. രാവിലെ ചിലപ്പോൾ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, അതേപോലെ ഉച്ചയ്ക്ക് 1 മണിക്കോ 1:30ക്കോ കഴിക്കേണ്ട ഭക്ഷണം ചിലപ്പോൾ 3 മണിയാവും കഴിക്കാൻ. അതേപോലെ രാത്രി സാധാരണ രീതിയിൽ ഒരു 7:30യുടെ ഉള്ളിൽ കഴിക്കേണ്ട ഭക്ഷണം 10-11 മണിയായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. സ്ഥിരമായിട്ടും പ്രവാസികളിലാണ് ഇങ്ങനെയൊക്കെ കാണാറ്. അപ്പോൾ ഈ ഒരു ശീലം ഉള്ളവരിലും ഇതേപോലെ അൾസർ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പ്രതീക്ഷിച്ച് അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അവിടേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആസിഡ് ആമാശയത്തിൻ്റെ ലൈനിങ്ങിനെ തന്നെ ദഹിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്തവരിൽ ഇത് കാണാറുണ്ട്. പിന്നെ വേറൊന്നാണ് അമിതമായിട്ട് സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ ഉള്ളവർ. ഇപ്പോൾ പലരും ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരുണ്ടാവും, അതേപോലെ തന്നെ ഡിപ്രഷൻ ഉള്ളവരുണ്ടാവും. ഇതും അല്ലെങ്കിൽ ജോലിയുടെ കാര്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമാശയത്തിൻ്റെ ആസിഡ് പ്രൊഡക്ഷനെ ഇത് ബാധിക്കാറുണ്ട്. ചിലപ്പോൾ അത് കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിട്ട് കാണാറുണ്ട്. ഇതും ആമാശയത്തിൽ ഈ പറഞ്ഞ പോലെ ദഹനത്തിന് പ്രയാസം ഉണ്ടാവുകയും പിന്നീട് അത് അൾസർ ആവുകയും ആവാറുണ്ട്. അതേപോലെ തന്നെ വേറെ ഒന്നാണ് സ്ഥിരമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർ. ഇത് നമ്മൾ കാണാറ് പ്രായം ചെന്നവരിലാണ്. അതായത് വാദത്തിൻ്റെ കാരണം കൊണ്ട് കാൽമുട്ട് വേദന ഉള്ളവർ, അതേപോലെ തന്നെ തലവേദനയൊക്കെ സ്ഥിരമായിട്ട് വരുന്നവർ, ഇങ്ങനെയുള്ളവർ, പിന്നെ അതേപോലെ ബോഡി പെയിൻ, ശരീരവേദന ഉള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഇത് കുറയാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലർ കഴിക്കും. ഇവർക്ക് അറിയുന്നില്ല ഈ ഒരു പെയിൻ കില്ലർ ആമാശയത്തിൽ ഈ പറഞ്ഞ രീതിക്കുള്ള ബുദ്ധിമുട്ടുകൾ, ആമാശയത്തിൻ്റെ ലൈനിങ്ങിന് ഇറിറ്റേഷൻ വരുത്താനും ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും ഒക്കെ കാരണമാവുന്ന ഇതും എന്തുണ്ടാവുന്നുണ്ട്, അൾസർ ഉണ്ടാവാനും ഭാവിയിൽ വേറെ പല രോഗങ്ങൾ, കിഡ്നീൻ്റെ പ്രശ്നങ്ങൾ, ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും കാരണമാവാറുണ്ട്. പിന്നെ വേറൊന്നാണ് ഉറക്കക്കുറവുള്ളവർ. അതായത്
രാത്രിയിൽ സാധാരണ നമ്മൾ പറയുക ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്നുള്ളതാണ്. അതും നമ്മളൊരു 10:30-11 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 5:30-6 മണി ഈ സമയത്ത് തന്നെ എണീക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ പലരും ജോലിയുടെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിത രീതി ഉണ്ടല്ലോ, മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുക, രാത്രി കറങ്ങാൻ പോവുക, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇവർ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നുണ്ട്, ഈ ഒരു ആമാശയത്തിൽ ആസിഡ് പ്രൊഡക്ഷനെ ഇത് ബാധിക്കാറുണ്ട്. പിന്നെ വേറൊന്ന്, നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിനെ ഇങ്ങനെ ഉറക്കക്കുറവ് ബാധിക്കും. അപ്പം നമുക്ക് ഭക്ഷണം ദഹിക്കാൻ വേണ്ട ദഹനരസങ്ങൾ കുറേ ലിവറിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ലിവറിന് ഇത് ബാധിച്ചാൽ ഈ ഒരു ദഹനരസങ്ങളും കൃത്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ദഹനരസങ്ങളും കൂടെ കൂടുമ്പോഴാണല്ലോ അല്ലേ ദഹനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ദഹനം കൃത്യമായിട്ട് ആമാശയത്തിൽ നടക്കാത്തതും ഈ ഒരു അൾസർ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. പലരും ചെയ്യാറുണ്ട് രാത്രി ഉറങ്ങാതെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങേണ്ട ഉറക്കം രാത്രി തന്നെ ഉറങ്ങണം, അത് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വരാറുണ്ട്. കൂടുതലും പ്രവാസികൾക്കും ഇതുപോലെ ഉറക്കക്കുറവ്, അതായത് അവരുടെ ഒരു ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ സ്റ്റാർട്ടാവുന്നത് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് ഡ്യൂട്ടി തുടങ്ങിയിട്ട് ഒരു ലേറ്റ് നൈറ്റ് 12-1 മണിക്കൊക്കെ ആയിരിക്കും ഇവർക്ക് ഡ്യൂട്ടി കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പുലർച്ചയ്ക്കൊക്കെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുലർച്ചയ്ക്ക് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എണീക്കുന്ന ആളുകളിലൊക്കെ ഇതുപോലെ അൾസർ ക്രമേണ ഉണ്ടാവാറുണ്ട്. ായിട്ടുള്ളിൽ രോഗങ്ങളുള്ളവർ, തൈറോയിഡിൻ്റെ പ്രശ്നം, സ്പെഷ്യലി ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിലൊക്കെ ദഹനം ഒന്നും കൂടെ സ്പീഡാവും. അങ്ങനെയുള്ളവർക്ക് കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും പിന്നെയും ആമാശയത്തിൽ ആസിഡ് കൂടുതൽ ഉണ്ടാവാനും ഇത് പിന്നീട് അൾസർ ഉണ്ടാവാനും കാരണമാവാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമാണ് അമിതമായിട്ട് മദ്യപിക്കുന്നത്. അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ ഇത് ആമാശയത്തിൻ്റെ ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആമാശയത്തിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും കാരണമാവാറുണ്ട്. അപ്പോൾ ഇത് പിന്നീട് ഗ്യാസ്ട്രൈറ്റിസ് ആവുകയും അൾസർ ആവുകയും ഉണ്ടാവാറുണ്ട്. വേറൊന്നാണ് സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി. പുകവലിക്കുമ്പോൾ അമിതമായിട്ട് നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിലേക്ക് പോവാറുണ്ട്. അതായത് ഒരു 60% ശ്വാസകോശത്തിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 40% നമ്മുടെ ആമാശയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ആമാശയത്തിൽ നിക്കോട്ടിൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് ആമാശയത്തിൻ്റെ ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആമാശയത്തിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും കാരണമാവാറുണ്ട്. ഇത് ക്രമേണ അൾസർ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. പിന്നെ ഉള്ളത് വ്യായാമക്കുറവ്, അതേപോലെ തന്നെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, അതായത് രാത്രിയൊക്കെ വളരെ ലേറ്റായിട്ട് ആഹാരം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അമിതമായിട്ട് രാത്രി ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുക, ഇതൊക്കെ ആമാശയത്തിൽ അൾസർ ഉണ്ടാവാൻ കാരണമാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ആമാശയത്തിൻ്റെ ആസിഡിൽ വളരാൻ കഴിയുന്ന ഒരു തരം ബാക്ടീരിയയാണിത്. ഇത് പല കാരണങ്ങളിൽ, ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നോ അങ്ങനെയൊക്കെ, അതായത് നമ്മൾ തെരുവിൽ നിന്ന്, അതായത് സ്ട്രീറ്റ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ വേറൊരാൾക്ക് ഈ ഒരു ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ അവരിൽ നിന്നൊക്കെ നമുക്ക് പല രീതിയിൽ വെള്ളത്തിലൂടെ ഒക്കെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ അതായത് ആമാശയത്തിലേക്ക് എത്താൻ കാരണമാവാറുണ്ട്. ഇത് നമ്മുടെ ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഇത് ആമാശയത്തിൻ്റെ ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ അൾസർ ഉണ്ടാക്കാനും അതേപോലെ ആമാശയത്തിൻ്റെ ലൈനിങ്ങിന് വരുന്ന മാറ്റത്തോട് കൂടി തന്നെ അവിടുത്തെ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും അൾസർ ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തിരിച്ചറിയുന്നത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ്. എൻഡോസ്കോപ്പി ചെയ്തിട്ട് അവിടെ RUT എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബാക്ടീരിയൻ്റെ പ്രസൻസ് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയൻ്റെ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോയെന്ന് അറിയാൻ ബ്ലഡിൽ ഒരു ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഈ ഒരു ബാക്ടീരിയ ഉണ്ടോ എന്നും മനസ്സിലാവും. ഈ ഒരു ബാക്ടീരിയ ശരീരത്തിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് അൾസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വൈറൽ അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഞാനിപ്പോൾ പറഞ്ഞു അൾസർ ഉണ്ടാവാനുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ടായിരിക്കും അൾസർ വരുന്നത്. ചിലപ്പോൾ ഇവരുടെ ഭക്ഷണ രീതി ആയിരിക്കാം, ചിലർക്ക് എരിവും പുളിയൊക്കെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം, ചിലർക്ക് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, പിന്നെ ചിലർക്ക് ഉറക്കക്കുറവ് കൊണ്ടായിരിക്കാം, ചിലർക്ക് പെയിൻ കില്ലേഴ്സൊക്കെ ഒരുപാട് എടുത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്.
അല്ലേ? പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവണത ഇവരുടെ ശരീരത്തിൽ കാണും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഇവർക്ക് ഇതുപോലെ അൾസർ ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊന്ന്, ഓരോരുത്തർക്കും അൾസർ ഉണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓരോന്നാണ്. ചിലർക്ക് വയറ് വേദനയിലായിരിക്കും തുടങ്ങുക, ചിലർക്ക് ആദ്യമൊന്നും ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, ഛർദ്ദിക്കും, കഴിച്ച ഭക്ഷണം ഛർദ്ദിക്കും, ഇങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്. ചിലർക്ക് തലവേദനയായിരിക്കും എപ്പോഴും, വിശന്നാൽ ഉടനെ തലവേദന വരുന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള ഓരോരോ ലക്ഷണങ്ങൾ ഓരോരുത്തർ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങളും കാരണങ്ങളും അൾസർ വരാനുള്ള കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നത്. അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം മരുന്ന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇവർക്ക് ഈ ഒരു ലക്ഷണങ്ങൾ പിന്നീട് അതിലും കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത്. അതുപോലുള്ളൊരവസ്ഥ വരുന്നില്ല. അതേപോലെ തന്നെ രോഗിക്ക് ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ച് മരുന്ന് നിർത്തിയിട്ട് അസുഖമില്ലാതെ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥ കൊടുക്കാൻ പറ്റാറുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു അൾസർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അൾസർ വരാതിരിക്കാനും നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എരിവും പുളി പൂർണ്ണമായിട്ടും കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൽ മുളക് പൊടിയുടെ അളവ്, അതേപോലെ പുളിയുടെ അളവ്, ഇവയൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. അതേപോലെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്, ബോട്ടിൽഡ് ഫുഡ്, ഇവയൊക്കെ പരമാവധി കുറച്ച് കൊണ്ടുവരിക. ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ നമ്മൾ ചായ, കാപ്പി, അതേപോലെ കോള പോലുള്ള പാനീയങ്ങൾ, ഇവയൊക്കെ പരമാവധി കുറച്ച് കൊണ്ടുവരിക. പിന്നെ മദ്യപാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മദ്യപാനം നിർത്തുക. സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ വേറൊന്നാണ്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ ഉണ്ടാക്കിയ ഭക്ഷണം രാത്രി കഴിക്കുന്നതിലും അപ്പോഴപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണം ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊന്ന്, നിങ്ങൾ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി ഇവ കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പ്രയാസമുള്ളവർ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഈ ഒരു രോഗം മാറിയതിന് ശേഷം മാത്രം ഇത് കഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്കൊക്കെ ഗോതമ്പ് കഴിക്കുമ്പോൾ വയറിന് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ അവർ പറയാറുണ്ട്, രാവിലെയും രാത്രിയും ഞങ്ങൾ ഗോതമ്പാണ് കഴിക്കുന്നത് എന്നുള്ളത്. ഇവരോട് ഇത് ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലും ഭക്ഷണം ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഇവർക്കൊരു 60% ഇവരുടെ ഒരു അസുഖം അതിൽ തന്നെ മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് അമിതമായിട്ട് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ നിങ്ങളുടെ ദഹന വ്യവസ്ഥയിലുള്ള ലൈനിങ്ങിനെ ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഇത് പിന്നീട് അൾസർ ആവാനും കാരണമാവാറുണ്ട്. പിന്നെ വേറൊന്നാണ് റെഡ് മീറ്റ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മട്ടൺ, ബീഫ്, പോർക്ക് ഇവയൊക്കെ പെടും. ഇവ അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു അസുഖം മാറിയതിന് ശേഷം മാത്രം ഇത് പിന്നീട് കഴിച്ചു തുടങ്ങാം. പിന്നെ എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള സാധനങ്ങൾ, പലപ്പോഴും പലർക്കും നെഞ്ചരിച്ചിൽ പോലുള്ള അവസ്ഥകൾ കൂടുതലായിട്ടും കാണാറ് എണ്ണയിലുള്ള സാധനങ്ങൾ, അതേപോലെ വറുത്ത് കോരിയ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. കരിച്ചതായിട്ടുള്ള സാധനങ്ങളും ഒരുപാട് കഴിക്കരുത്. ഇത് ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടാനും ഇത് കാരണമാവാറുണ്ട്. പിന്നെ വേറൊന്നാണ് വൈറ്റ് റൈസ്. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ വൈറ്റ് റൈസ് കഴിക്കരുത്. എപ്പോഴും തവിടുള്ള അരി അല്ലെങ്കിൽ ബ്രൗൺ കളർ അരിയാണ് ഇതിന് വേണ്ടിയിട്ട് കഴിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളത് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു അൾസറൊക്കെ ഹീലാവണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആവശ്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും മാംസം, അതേപോലെ തന്നെ മീൻ ഭക്ഷണത്തിൽ ആഡ് ചെയ്യണം. അതേപോലെ മുട്ട ഇവ ആഡ് ചെയ്യണം. അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ പുഴുങ്ങിയിട്ട് കഴിക്കുക. പിന്നെ മുട്ട കഴിക്കുമ്പോൾ പ്രയാസമുണ്ട് എന്ന് പറയുന്നവർ മുട്ടയുടെ എന്ത് ചെയ്യണം, മഞ്ഞ കഴിക്കുക.
വെള്ളം ഒഴിവാക്കിയിട്ട് ഒന്ന് നോക്കുക. എന്താണെന്ന് വെച്ചാൽ മഞ്ഞ പെട്ടെന്ന് ദഹനം കിട്ടുന്ന ഒരു ഭാഗമാണ് മുട്ടയിലുള്ളത്. അപ്പോൾ ഈ ഭാഗം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും മുട്ട കഴിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ കുറയ്ക്കാറുണ്ട്. അല്ല, മുട്ട മുഴുവനായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ, വളരെ നല്ലതാണ് കഴിക്കുന്നത്. പിന്നെ വേറൊന്നാണ്, ചിക്കൻ കഴിക്കാം. അത് ഒരുപാട് ഡെയിലി കഴിക്കണം എന്നല്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചിക്കൻ കറി വെച്ചിട്ട് അധികം എരിവോ പുളിയോ മസാലയോ ഇല്ലാതെ കഴിക്കുന്നത് കുഴപ്പമില്ല. അതേപോലെ ഇതൊരിക്കലും നിങ്ങൾ ഫ്രൈ ആക്കിയിട്ടോ കരിച്ചിട്ടോ ഒന്നും കഴിക്കരുത്. പിന്നെ മീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്പെഷ്യലി മത്തിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മത്തി ചില നാടുകളിൽ ഇതിൽ ചാള എന്നൊക്കെയാണ് പറയുക. ഈ ഒരു മത്സ്യം കഴിക്കുന്നതുകൊണ്ട് ഈ ഒരു അൾസർ ഹീലായി പോവാനും അതിന് വേണ്ട വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കാറുണ്ട്. പക്ഷേ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും അത് കറി വെച്ചിട്ട് എരിവും പുളിയും വളരെയധികം കുറച്ചിട്ട് തന്നെ കഴിക്കുക. ഇപ്പോൾ പുളിക്ക് പകരം തക്കാളിയൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരിക്കലും അതിനെ വറുത്ത് കഴിക്കരുത്. ഓക്കെ. പിന്നെ വേറൊന്നാണ്, പയർ വർഗ്ഗങ്ങൾ, കടല വർഗ്ഗങ്ങൾ, പരിപ്പ് ഇവയൊക്കെ കഴിക്കുക. ഇതും പ്രോട്ടീനാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പലരും പറയാറുണ്ട് നെഞ്ചിരിച്ചിൽ വരുന്നുണ്ട്, വയറ് വീർക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നില്ലെങ്കിൽ അതിനെ മുളപ്പിച്ചിട്ട് കഴിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ വേവിച്ചിട്ട്, നന്നായി വേവിച്ചിട്ട് ഇതിനെ ചെറു ചൂടോടെ കഴിക്കുക. അതും കഴിക്കുമ്പോൾ ഉച്ച നേരത്തെ അല്ലെങ്കിൽ രാവിലെയോ കഴിക്കാൻ ശ്രമിക്കുക. രാത്രി മിക്കവാറും ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ വേറൊന്നാണ്, നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. അതായത് കക്കിരിക്ക, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ അതേപോലെ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് പേരയ്ക്ക, പിന്നെ അതേപോലെ അനാറ്, അതിന് മാതളം എന്നൊക്കെയാണ് വേറെ ചില നാടുകളിൽ പറയുക, ആപ്പിള്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ പൈനാപ്പിൾ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിക്കേണ്ട. അതേപോലെ ഓറഞ്ച്, മൊസമ്പി, നാരങ്ങ ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് പുളിയുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ കൂണ് കഴിക്കുന്നത് നല്ലതാണ്. കൂണിൽ അത്യാവശ്യം സെലീനിയം കണ്ടൻറ്റ് ഉണ്ട്. ഇത് അൾസർ ഹീലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ കക്ക, അതേപോലെ തന്നെ കണവ, കൂന്തൾ എന്നൊക്കെ ചില നാടുകളിൽ പറയുന്ന ഒരു തരം കടൽ വിഭവമുണ്ട്. ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ അൾസറിനെ ഹീലാക്കാൻ വേണ്ട ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അടുത്തതാണ്, നമുക്ക് അൾസർ മാറാൻ വേണ്ടിയിട്ട് വയറിൽ നല്ല ബാക്ടീരിയയുടെ അളവ് കൂടാനും ചീത്ത ബാക്ടീരിയയുടെ അളവ് കുറയാൻ വേണ്ടിയിട്ടും പ്രോബയോട്ടിക്സ് ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ മോര്, തൈര് ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ്, പിന്നെ അതേപോലെ നെയ്യ്, വെണ്ണ ഇവയൊക്കെ ധാരാളം കഴിക്കുന്നതും വയറിന് വളരെ നല്ലതാണ്. പിന്നെ പച്ചക്കറികൾ കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇലക്കറികൾ. ഇലക്കറികളിൽ മുരിങ്ങ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാ ചീര പോലുള്ള പച്ചക്കറികളും നന്നായിട്ട് കഴിക്കുക. ഇതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അൾസർ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ദഹനത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിന് ആഹാരം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാവിലെ ഒരു 8:30-9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:30-1 മണി ഈ ഒരു സമയത്ത് തന്നെ ലഞ്ച് കഴിക്കുക. അതേപോലെ തന്നെ രാത്രി ഒരു 7:30 ഉള്ളിൽ തന്നെ നിങ്ങൾ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇടയിൽ വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ നട്ട്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഒരിക്കലും വയറ് വിശന്ന് കുറേ നേരം ഇരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയോ ഉണ്ടാവരുത്. എപ്പോഴും നമ്മൾ കുറച്ച് ഭക്ഷണം അരവയറ് കഴിച്ചിട്ട്, അതായത് സ്പെഷ്യലി നിങ്ങൾ രാത്രിയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അരവയറ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ രാത്രിയിൽ പരമാവധി സാലഡ്, ഫ്രൂട്ട്സ് ഇവയൊക്കെ ധാരാളം കഴിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള യോഗ, എക്സസൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ റെഗുലറായിട്ട് ഒരു 1/4 മണിക്കൂർ രാവിലെ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ ഒരു മരുന്നിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു അൾസർ പൂർണ്ണമായിട്ട് മാറിപ്പോവാൻ വേണ്ടിയിട്ട്
കക്കിരിക്ക ഉണ്ടല്ലോ, നമ്മുടെ സാലഡ് ഉണ്ടാക്കുന്ന കക്കിരിക്ക, ഈ ഒരു കക്കിരിക്ക ഒന്ന് രാവിലെ എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് അതിനെ ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ അരിക്കാതെ കുടിക്കുന്നത് വയറിലുള്ള അൾസർ ഹീലായി പോവാനും പിന്നീട് അത് വരാതെ നമുക്ക് ഇരിക്കാനും വളരെ നല്ലതാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്കിത് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. ഇത് വളരെ നല്ലതാണ്. അരിക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ അതിലുള്ള ഫൈബർ കണ്ടൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ വയറിലെ അൾസർ, ഇതുപോലെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കായിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.